നമസ്കാരം. ഈ വർഷം ഓട്ടോ എക്സ്പോയിൽ ദക്ഷിണ കൊറിയൻ കമ്പനിയായ ഹ്യുണ്ടൈ 2 പുത്തൻ ഇലക്ട്രിക് കാറുകൾ അവതരിപ്പിക്കാൻ പോവുകയാണ്. അതിലൊന്ന് ഹ്യുണ്ടൈ ക്രെറ്റ EV ആണെന്ന് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. രണ്ടാമത്തെ കാർ എന്താണെന്നാണ് ഇപ്പോൾ എല്ലാവരും പരിശോധിക്കുന്നത്. ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ ഇലക്ട്രിക് കാറുകളുടെ ഡിമാൻഡ് തുടർച്ചയായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് കണക്കിലെടുത്ത് ഹ്യുണ്ടൈ തങ്ങളുടെ പുതിയ ഫ്ലാഗ്ഷിപ്പ് ഇലക്ട്രിക് SUV ആയ അയോണിക് 9 പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ്. ഹ്യുണ്ടൈ അയോണിക് 9 ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 അരങ്ങേറ്റം കുറിക്കുമെന്നാണ് വിവിധ ഓട്ടോമൊബൈൽ വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ GMP മോഡുലാർ ബോൺ ഇലക്ട്രിക് ആർക്കിടെക്ചറിനെ അടിസ്ഥാനമാക്കിയുള്ള ബ്രാൻഡിന്റെ പുതിയ ഫ്ലാഗ്ഷിപ്പ് SUV ആണ് ഹ്യുണ്ടൈ അയോണിക് 9. അടുത്ത കലണ്ടർ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ദക്ഷിണ കൊറിയയിലും വടക്കേ അമേരിക്കയിലും അയോണിക് 9 EVയുടെ വിൽപ്പന ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ കാർ എപ്പോൾ മുതൽ ഇന്ത്യയിൽ വാങ്ങാനാകും എന്നത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല. EVയുടെ ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന് ഹെഡ്ലാമ്പിനും ടെയിൽ ലാമ്പിനും ഹ്യുണ്ടൈയുടെ പാരാമെട്രിക് പിക്സൽ ഇൻസേർട്ടുകളുണ്ട്. സ്റ്റാൻഡേർഡ് ആയി 19 ഇഞ്ച് വീലുകളും കാറിന് ലഭിക്കുന്നതാണ്. ഹ്യുണ്ടൈ അയോണിക് 9 6-7 സീറ്റിംഗ് ലേഔട്ടുകളിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പാനോരമിക് സൺറൂഫ്, 12 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, 12 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, റൂഫ് മൗണ്ടഡ് AC വെന്റുകൾ എന്നിവയടക്കം നിരവധി ഫീച്ചറുകൾ കാറിൽ ഉണ്ടാകുന്നതാണ്. ഇലക്ട്രിക് SUVക്ക് 10 എയർ ബാഗുകളും അഡാസ് സാങ്കേതികവിദ്യയും സുരക്ഷയൊരുക്കും. 110.3 kWh ലിഥിയം അയൺ ബാറ്ററി പാക്കും റിയർ വീൽ ഡ്രൈവ്, ഓൾ വീൽ ഡ്രൈവ് എന്നീ 2 ഡ്രൈവ് സജ്ജീകരണങ്ങളുമായാണ് ഹ്യുണ്ടൈ അയോണിക് 9 വരുന്നത്. ഫുൾ ചാർജിൽ EV 620 km ദൂരം വരെ സഞ്ചരിക്കുമെന്ന് WLTP സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 350 kW ചാർജർ ഉപയോഗിച്ച് 24 മിനിറ്റിനുള്ളിൽ 10 മുതൽ 80% വരെ ചാർജ് ചെയ്യാൻ ഹ്യുണ്ടൈയുടെ SUVക്ക് കഴിയും. കൂടാതെ V2L അതായത് വെഹിക്കിൾ ടു ലോഡ് ഫംഗ്ഷനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ വെച്ച് ഹ്യുണ്ടൈ ക്രെറ്റ EVയും പുറത്തിറക്കിയേക്കും. ഡിസൈനിന്റെ കാര്യത്തിൽ ചില EV നിർദ്ദിഷ്ട മാറ്റങ്ങൾ മാറ്റി നിർത്തിയാൽ ഇത് ക്രെറ്റ ഫേസ് ലിഫ്റ്റിന് സമാനം തന്നെ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പുതിയ ഹ്യുണ്ടൈ ഇലക്ട്രിക് SUVയിൽ ക്ലോസ്ഡ് ഓഫ് ഫ്രണ്ട് ഗ്രില്ല്, പുതുക്കിയ ഫ്രണ്ട് റിയർ ബമ്പറുകൾ, പുതുതായി രൂപകൽപ്പന ചെയ്ത അലോയ് വീലുകൾ എന്നിവ ഉൾപ്പെടുമെന്നാണ് സ്പൈ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ചില EV നിർദ്ദിഷ്ട ഘടകങ്ങളും ക്യാബിനുള്ളിൽ കാണാൻ സാധിക്കും. ഹ്യുണ്ടൈ ക്രെറ്റ EVക്ക് പുതിയ വൃത്താകൃതിയിലുള്ള 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലും ക്രെറ്റ എംബോസിംഗ് ഉള്ള സീറ്റ് അപ്ഹോൾസ്റ്ററിയും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഹ്യുണ്ടൈ ക്രെറ്റ EVയുടെ പവർ ട്രെയിൻ വിശദാംശങ്ങൾ ഇതുവരെയൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഈ ഇലക്ട്രിക് SUV 45 kWh ബാറ്ററിയും സിംഗിൾ മോട്ടോർ സജ്ജീകരണവും വാഗ്ദാനം ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്രെറ്റ EVയിലെ ഇലക്ട്രിക് മോട്ടോർ 138 bhp പവറും 255 Nm ടോർക്കും നൽകാൻ ശേഷിയുള്ളതായിരിക്കും. ഹ്യുണ്ടൈ ക്രെറ്റ EVക്ക് ഫുൾ ചാർജിൽ 350 കിലോമീറ്ററിലധികം റേഞ്ച് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാന എതിരാളികളിലൊന്നായ ടാറ്റ കാർ EVയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ക്രെറ്റ EVക്ക് ശക്തി കുറവായിരിക്കും. ലോഞ്ച് അടുക്കുന്നതോടെ വരും ആഴ്ചകളിൽ കൊറിയൻ കമ്പനി പുത്തൻ EVകളുടെ ടീസറുകളും പുറത്തുവിടുന്നതാണ്.